ശൈഖുന ഖുത്ബുൽ ആലമിന്റെ ഹളറത്തിലേക്ക് ഒരു കോഴിയെ അറുത്തുകൊണ്ട് ഒരാള് നല്ല മാംസത്തിന്റെ കറിയും അതുപോലെ പത്തിരിയും കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് ശൈഖുനയുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ ഇതെന്താണ്? ഇത് നാടൻ കോഴി അറുത്തതും പത്തിരിയുമാണ്. ശൈഖുനക്ക് ഇടക്കിടക്ക് കൊണ്ട കൊടുക്കുന്ന ആളുകളാണ്. ശൈഖുന അതിലേക്കൊന്ന് നോക്കിയിട്ട് പറയുന്നു, മോനെ, മകനെ, ഇത് അറുത്തതല്ല, ചത്തതാണ്. പടച്ചോനെ, ശൈഖുന അറുത്തത് ഇതാണ്, ഇദ്ദേഹമാണ് അറുത്തത്, വേറെ ആരുമല്ല, എല്ലാം അത് ചത്തതാണ്. ആ സമയത്ത് സുന്നിയായ ശൈഖുനെ മഹബത്ത് വെക്കുന്ന ഒരാൾ അറുത്തു കൊണ്ടുവന്നിട്ട് ശൈഖുനത് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. പിന്നെയാണ് ആ അറുത്തതിന്റെ ഷർത്തും ഫർളിലേക്കും ഈ വ്യക്തി പൂർണ്ണമായി കടന്നിട്ടില്ല എന്നുള്ളത് അറിയുന്നത്. അറിവിന്റെ മസലകളിലേക്ക് പിന്നീട് ആ വ്യക്തി പഠിക്കുകയാണ്. അപ്പോഴാണ് ബോധ്യപ്പെടുന്നത് സാരമില്ല, അല്ലാഹു തആല പുറത്തു തരുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊടുക്കുകയാണ്. അതിനുശേഷം ശൈഖുനയോട് ഇദ്ദേഹം ചെന്നിട്ട് പറയുകയാണ്, അറക്കുന്നത് അറിഞ്ഞുകൂടാ, എന്തു ചെയ്യും? ശൈഖുനയോട് പഠിപ്പിച്ചു തരാൻ. ശൈഖുന ഉളുഹിയത്തിന്റെ സമയമായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരുപാട് ആളുകള് ഉളുഹിയത്തിന്റെ സുന്നത്തായ കർമ്മങ്ങള് അതിനറക്കുന്നവരുണ്ട്. ആരോഗ്യം അതുപോലെ തന്നെ അതിന്റെ കഴിവും ധൈര്യവും ഒക്കെ ഇതിന്റെ ഭാഗമാണെങ്കിലും ഒരു ഇൽമു, വിവരം ഈ അറിവിനെ പറ്റി നമുക്കുണ്ടാകണം. അന്നനാളവും ശ്വാസനാളവും അറുക്കണമെന്നുള്ള വിവരം നമുക്കുണ്ടാകണം. ഓരോ ജീവിയുടെയും എങ്ങനെയാണ് അത് അറുക്കേണ്ടത്, അതിനെ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടാതെ എങ്ങനെയാണ് അത് കാര്യം നിർവഹിക്കേണ്ടത് അറിഞ്ഞിരിക്കണം. ശൈഖുന ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് അറിവ് അറിയാം, പക്ഷേ നിങ്ങൾ അറക്കുന്ന സമയത്ത് കത്തി കൊണ്ട് നിങ്ങൾ അറക്കുമ്പോൾ അവസാനം ചിലരുണ്ടൊരു കുത്തല്, ആ കഴുത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് പിടിച്ച് കുത്തുന്നത് കാണാം. അങ്ങനെ നിങ്ങൾ കത്തിയെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് അത് കുത്തിയിട്ട് അതിന്റെ ജീവൻ പോക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അല്ലാഹു അലം, അതിന്റെ പൂർണ്ണമായ രൂപം എനിക്കറിയില്ല. ശൈഖുന പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് ചെയ്യരുത് മോനെ, അത് ചെയ്യരുത് മകനെ. അറക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അറുത്താൽ മതി, കത്തിയെടുത്ത് കുത്താൻ നിങ്ങൾ നിൽക്കരുത്. ശൈഖുന ഖുത്ബുൽ ആലം സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയുടെ കറാമത്ത് പറഞ്ഞാൽ തീരാത്തത്ര അല്ലാഹു തആല നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാ. അത്രയും കറാമത്തുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും അനുഭവത്തിലും അവൻ അനുഭവിച്ചത് പറയുമ്പോൾ പിന്നെ നമുക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ അനുഭവിച്ചാൽ ലോകം മുഴുവനും നിഷേധിച്ചാലും ആ വ്യക്തിക്ക് അത് നിഷേധിക്കാൻ കഴിയൂല. കാരണം അദ്ദേഹം അനുഭവിച്ചത് ഒരിക്കലും നിഷേധിക്കാൻ ആ വ്യക്തിക്ക് കഴിയൂല. അത്രയും കറാമത്തുകളോ ഇവിടെ കുറഞ്ഞ കാലത്തിനിടയിൽ കാണിച്ചു തീർത്തവരാ ബഹുമാനപ്പെട്ടവർ. അവരുടെ ഓരോ നടത്തവും ഓരോ വാക്കുകളും ഓരോ മിനിറ്റുകളും കറാമത്തുകളായി ജീവിച്ച മഹാനാൻ. പടച്ചറബേ, അവിടുത്തെ മദദ് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായി നന്നായി അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഖൽബായി ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തരുന്ന ഓരോ ആയുസിന്റെ ഓരോ നീളവും ഓരോ സെക്കൻഡും പടച്ച റബ്ബാകുന്ന നിന്നിലേക്ക് അടുക്കുന്ന രീതിയിൽ നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുന്നൊരു ജീവിതം സാധുക്കളായ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്.